റബീഉൽ അവ്വൽ വരുമ്പോൾ നിരന്തരമായ പ്രചാരണങ്ങൾ. ഇപ്പം ഇപ്രാവശ്യം വന്ന ഒരു പ്രചാരണം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ചൊല്ലി അഷ്റഖ ബൈത്ത് ചൊല്ലി. ആ അഷ്റഖ ബൈത്ത് ചൊല്ലിയപ്പോൾ അതിൻ്റെ അവസാനം എത്തിയപ്പോൾ യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി. ഞാൻ ഈ സദസ്സ് മുഴുവൻ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം എല്ലാവരുടെയും കൈ പൊങ്ങി അറിയാതെ, അല്ലേ? എല്ലാവരുടെയും കൈ ഇങ്ങനെ ഉയർത്തി. ബൈത്തിൻ്റെ ശൈലി മാറി, രാഗം മാറി, അതിൻ്റെ ജവാബ് മാറി. അവസാനം പറഞ്ഞു ജവാബിൽ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഇപ്രാവശ്യം വന്ന ഒരു വലിയ വ്യാപകമായ പ്രചാരണം ബിദ്അത്തുകാരുടെ ഭാഗത്ത് നിന്ന് യാ വലിയൽ ഹസനാത്ത് യാ റഫീഅദ് ദറജാത്ത് കഫിറൻ അന്നി ദുനൂബി. നബിയെ വിളിച്ചു പറയാ, വലിയുൽ ഹസനാത്തായ നബിയെ, റഫീഉദ് ദറജാത്തായ നബിയെ, കഫിറൻ അന്നി ദുനൂബി, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം. അന്ത ഗഫാറുൽ ഖത്തായ, അങ്ങാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. നബിയെ വിളിച്ച് പാപം പൊറുക്കാൻ തേടുന്നു എന്ന ഒരു പൊള്ളയായ കളവായ ഒരാക്ഷേപം. സത്യത്തിൽ ഈ യാ വലിയൽ ഹസനാത്ത് എന്നത് മുതൽ അവസാനം വരെ റബ്ബിനോടുള്ള ദുആയാണ്. അതുകൊണ്ടാണ് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവേ ഇതിന് ഉത്തരം ചെയ്യണം. അതുവരെ മുത്തനബിയോട് നമ്മൾ സംസാരിച്ചു, നമ്മുടെ ഹബീബിനോട് അന്ത ശംസുൻ അന്ത നൂറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി, ഇതൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ പറഞ്ഞു. പക്ഷേ അവസാനം പാപം പൊറുക്കാൻ പറഞ്ഞത് റബ്ബിനോടാണ്. സത്യത്തിൽ ഇത് അഷ്റഖ ബൈത്തിലുള്ളതല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഈ മൗലിദ് കിതാബിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഷറഫുൽ അനാം മൗലിദിലെ 77-ാമത്തെ പേജിൽ മൗലിദിൽ എന്തുണ്ട്? യാ വലിയൽ ഹസനാത്ത് എന്നുള്ള ദുആ ഉണ്ട്. പിന്നെ ഇതിൽ 208-ാമത്തെ പേജിൽ അഷ്റഖ ബൈത്ത് മാത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തില്ല? യാ വലിയൽ ഹസനാത്ത് ഇല്ല. കാരണം ആ അഷ്റഖ ബൈത്തിൽ പെട്ടതല്ല അത്. അഷ്റഖ ബൈത്ത് അവസാനിച്ചു. എവിടെ അവസാനിച്ചു? ഫഅലൈക അല്ലാഹു സ്വല്ല ദായിമൻ തൂലദ് ദുഹൂർ, സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിച്ചു കഴിഞ്ഞു അവിടെ.